ഹലോ, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അത് ഞങ്ങളൊന്ന് ഊട്ടിയിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്ക് ബത്തേരിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്, അതിൻ്റെ അടുത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ കണ്ടില്ലേ, ക്ലൈമറ്റ് കണ്ടില്ലേ, എന്തൊരു സ്ഥലേ കണ്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മളിതാ കുട്ടികളൊക്കെ ഇങ്ങനെ മുളക്ക് ഓരോന്ന് ഊഞ്ഞാലാടലും കളിയൊക്കെയാണ്. അപ്പം എന്തായാലും കൂടുതൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാണാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഊട്ടിയിലേക്ക് പോയി. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഇഡ്ഡലി വട ദോശയൊക്കെ തട്ടി ഞങ്ങൾ നേരെ പിന്നെ ഹങ്കർ ഫോർഡിലേക്കാണ് പോയത്. ഈ ഹങ്കർ ഫോർഡിൻ്റെ ഒരു പ്രത്യേകത, അവിടേക്ക് പോകുന്ന വഴി തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അങ്ങനെ ഹങ്കർ ഫോർഡിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് സംഭവം ഇന്ന് ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ ഹങ്കർ ഫോർഡിലേക്ക് വന്നതായിരുന്നു. നോക്കുമ്പം ഇനിയിപ്പോൾ സൺഡേ ആയിട്ടാണ് അറിയില്ല, ഇവിടെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഉള്ളിലേക്ക് കയറാനുള്ള വഴി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഏതാ ഒരു എന്താ ഭയങ്കരമായിട്ട് ഒരു മഞ്ഞില്ല, പക്ഷെ നല്ലൊരു തണുപ്പും പ്ലസ് ഒരു കുഞ്ഞ് ലൈറ്റായിട്ടൊരു വെയിലും, നല്ലൊരു ക്ലൈമറ്റിലുള്ള. ഞങ്ങൾ എന്നിട്ട് ഇതാ ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ ഹങ്കർ ഫോർഡ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറ റോഡിലൂടെ ഇങ്ങനെ കയറി പോവാണ് അവിടേക്ക് എത്താൻ. നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ മൂഞ്ചി തിരിച്ച് തന്നെ പോകാൻ നിൽക്കുകയാണ്. എല്ലാം എത്തിയ മേലെത്തിയ സമയത്ത് ആരും ഇല്ല വെച്ച് മേലെ സമയത്ത് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരും അവിടെ എന്തൊക്കെ സംസാരിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ, തന്നെയാണല്ലോ നമ്മൾ അവിടുന്ന് കാണുന്നേ. പിന്നെ അടുത്ത് പോയി കാണണമെന്നൊന്നുമില്ലല്ലോ. അത് ഈ ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. കാണിച്ചു വേണ്ടേ? ഏതിഷ്ടായത്? അതേതാ കളറ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മോഡീഷിലേക്കാണ് പോയത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോഡീഷിലേക്ക് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. വാങ്ങി ഞങ്ങൾ നേരെ പോകുന്ന വഴിക്ക് ഒരു തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. തണുപ്പുള്ളതുകൊണ്ട് സാധിക്കാൻ കളിയാക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ കെട്ടി ടൗണിൽ എത്തിയിട്ടുണ്ട്. എത്തി കഴിഞ്ഞു. കെട്ടി എന്തായാലും ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. കെട്ടി കഴിഞ്ഞു. എല്ലാം നെല്ലി എവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി എന്തേന്നു കെത്തിയിട്ടാണല്ലേ അല്ലേ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യുന്ന എടുത്തിട്ട് പറയണ്ട. അത് ശരിയല്ലേ, അങ്ങനെ തോന്നണേ തൽക്കാലം. എന്തായാലും ഞാൻ പറഞ്ഞു പോയില്ലേ. ഇങ്ങനെയാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ. കെത്തിയിട്ടാണല്ലേക്കാണ്. ഒരു സ്പോട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അടുത്ത സ്പോട്ടിലേക്ക് അടുത്ത ദിവസം പോകുന്നു. സാദിക്ക് എന്നെ വ്ളോഗ് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഫോണും പിടിച്ചതാക്കിയിട്ട് വഴി വേണ്ട. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ട്രെയിൻ വരുന്നുണ്ട്. മോളെ പച്ചുന് എന്താക്കാനാ? തിന്നാൻ കൊടുക്കാനാ?
പച്ചുവിന് കഴിക്കാനാ? പിന്നെ ഇത് എന്നാ നമുക്ക് കുതിരക്ക് കൊടുക്കാലോ? കുതിരക്ക് കൊടുക്കാം. അപ്പൊ കുതിരക്ക് കൊടുക്കണോ പച്ചുവിന് കൊടുക്കണോ? കുതിരക്ക് കൊക്കണോ, പശുവിന് കൊക്കണോ, പോത്തിന് കൊക്കണോ? ആർക്കാ കൊക്കണ്ടേ? എന്താ പരി എല്ലാരും ആർക്കാ കൊടുക്കണ്ടേ? കുതിര. എന്നാ കുതിരനെ കാണുമ്പോ നിർത്തിക്കോട്ടോ. പൂച്ചക്ക് കൊടുക്കണോ? മിയക്ക് മിയ തിന്നൂല. മങ്കി തിന്നുവോ? മങ്കി ഞങ്ങളങ്ങനെ ആ സാധനം പശുവിനൊക്കെ കൊടുത്തിട്ടാണ് മുന്നോട്ടേക്ക് പോയത് കേട്ടോ. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനായി. അങ്ങനെ അപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്കുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.